ഇതാണ് നമ്മുടെ മാരേജ് രജിസ്ട്രേഷൻ. അപ്പോൾ എങ്ങനെയാണ് കാനഡയിൽ മാരേജ് രജിസ്റ്റർ ചെയ്യണതെന്നും അതിന് മുൻപുള്ള പ്രൊസീജിയേഴ്സ് എങ്ങനെയാണെന്നും നമുക്കൊന്ന് പോയി കണ്ടിട്ട് വന്നാലോ ഗൈസ്. ഗെറ്റിംഗ് മാരീഡ് ഇൻ ഒണ്ടാരിയോ, നിങ്ങളുടെ പ്രൊവിൻസ് ഏതാ അത് വെച്ച് സെർച്ച് ചെയ്യുമ്പം ഞാൻ ഒണ്ടാരിയോ ആയതുകൊണ്ട് ആദ്യം തന്നെ ontario.ca എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ആണ് വന്നത്. അപ്പോൾ അതിൽ കയറി അതിനകത്ത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് മാരേജ് രജിസ്ട്രേഷനെ പറ്റി. അപ്പോൾ ആദ്യം തന്നെ പറയുന്നുണ്ട് മാരേജ് ലൈസൻസ് ആപ്ലിക്കേഷൻ ആണ് നമുക്ക് വേണ്ടത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, രജിസ്ട്രേഷന് മുന്നേ ലൈസൻസ് എടുക്കണം. അടുത്തത് ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു മാരേജ് ഒഫീഷ്യലിനെ നമ്മൾ കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ സെറമണിയിൽ 2 വിറ്റ്നസും ആ മാരേജ് ഒഫീഷ്യന്റും ആണ് വേണ്ടത്. പിന്നെ 3 മാസത്തെ വാലിഡിറ്റി ആണ് ഈ ലൈസൻസിനുള്ളത്, മാരേജ് ലൈസൻസിന്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. കുറച്ചുകൂടി താഴോട്ട് പോകുമ്പോൾ മാരേജ് ലൈസൻസ് ആപ്ലിക്കേഷൻ ഫോം കാണാൻ പറ്റും. ആ ലിങ്കിൽ പ്രസ് ചെയ്യുമ്പോൾ വേറൊരു സൈറ്റിൽ പോകും. അതിൻ്റെ ഉള്ളിലാണ് ഈ ഡോക്യുമെന്റ് ഡൗൺലോഡ് ചെയ്യുന്ന ഓപ്ഷൻസ്. ഇംഗ്ലീഷും ഫ്രഞ്ചും ഉണ്ട്. ഇംഗ്ലീഷ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫോമാണ് കിട്ടുന്നത്. ഈ ഫോമിൽ 2 സൈഡ്സ് കണ്ടോ? ഒരു സൈഡിൽ ഒരാളുടെ ഡീറ്റെയിൽസും മറ്റേ സൈഡിൽ പാർട്ണർ ആകാൻ പോകുന്ന ആളുടെ ഡീറ്റെയിൽസും ഫിൽ ചെയ്യണം. ഓരോ പ്രൊവിൻസും ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ആണ്, ബട്ട് ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഞാൻ ഒണ്ടാരിയോയിൽ ബാരി എന്ന സിറ്റിയിലായതുകൊണ്ട് എൻ്റെ മുനിസിപ്പാലിറ്റി സിറ്റി ഓഫ് ബാരി എന്നാണ്. അപ്പം നമ്മൾ സിറ്റി ഓഫ് ബാരി മാരേജ് ലൈസൻസ് എന്ന് സെർച്ച് ചെയ്യുമ്പം ഫസ്റ്റ് സൈറ്റ് തന്നെ സിറ്റി ഓഫ് ബാരിയുടെ വരും. അത് ക്ലിക്ക് ചെയ്യുക. സിറ്റി ഓഫ് ബാരിയിലെ സൈറ്റിലാണ് ഈ അപ്പോയിൻമെൻ്റ് എടുക്കേണ്ട ഡീറ്റെയിൽസിനെ കുറിച്ച് പറയുന്നത്. മുകളിൽ തന്നെ നമുക്ക് സിറ്റി ഓഫ് ബാരിയിൽ അപ്പോയിൻമെൻ്റ് എടുക്കേണ്ട നമ്പർ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പം ആ നമ്പറിൽ കൂടെയാണ് ഞാൻ വിളിച്ച് അപ്പോയിൻമെൻ്റ് ബുക്ക് ചെയ്തത്. പിന്നെ ഇതിൻ്റെ ചാർജ് വന്നിട്ട് $145 പ്ലസ് ടാക്സ്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് കാര്യം എന്ന് വെച്ചാൽ മുനിസിപ്പാലിറ്റി പോകുമ്പം ഒരാൾ മാത്രം പോയാൽ മതി. പിന്നെ 2 പേരുടെയും 2 ID കൊണ്ടുപോകാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ മാരേജ് ലൈസൻസിനെ കുറിച്ചും സിറ്റി ഓഫ് ബാരി അപ്പോയിൻമെൻ്റ് എടുക്കുന്നതിനെ കുറിച്ചും എല്ലാം നമ്മൾ കണ്ടു. ഇനി നെക്സ്റ്റ് നമ്മൾ മാരേജ് ഒഫീഷ്യന്റിനെ ബുക്ക് ചെയ്യണ കാര്യമാണ് കാണാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ ontario.ca വെബ്സൈറ്റിൽ വീണ്ടും വന്നു. അതിൽ രജിസ്റ്റേർഡ് മാരേജ് ഒഫീഷ്യന്റ് എന്നൊരു ടൈറ്റിൽ കാണാൻ പറ്റും. ആ സൈറ്റിൽ താഴോട്ട് പോകുമ്പം അതിൽ ഒരു ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് രജിസ്റ്റേർഡ് മാരേജ് ഒഫീഷ്യൻസ് എന്ന് പറഞ്ഞിട്ടൊരു പേജ് വരും. ആ പേജിൽ എക്സൽ ഷീറ്റ് ഉണ്ട്. ആ എക്സൽ ഷീറ്റ് ഡൗൺലോഡ് ചെയ്യുക. അതിൽ ലിസ്റ്റ് ഓഫ് മാരേജ് ഒഫീഷ്യൻസ് അവൈലബിൾ ഇൻ ബാരി ആണ് കാണാൻ പറ്റുന്നത്. 2 രീതിയിൽ ഒഫീഷ്യന്റിനെ ബുക്ക് ചെയ്യാം. ഒന്ന്, നമ്മൾ ലൈസൻസ് എടുക്കാൻ മുനിസിപ്പാലിറ്റി പോകുമ്പോൾ അവിടെ ചോദിച്ചാൽ അവരുടെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. പക്ഷെ ഞങ്ങൾ നോക്കിയപ്പോൾ റേറ്റ് കൂടുതലായിട്ട് തോന്നിയോണ്ട് നമ്മൾ പ്രൈവറ്റ് ഒഫീഷ്യൻ വഴിയാണ് പോയത്. പ്രൈവറ്റ് ഒഫീഷ്യലിനെ ബുക്ക് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഈ എക്സൽ ഷീറ്റിൽ ഡൗൺലോഡ് ചെയ്തല്ലോ. പക്ഷെ അതിന് മുമ്പേ നമുക്ക് ഗൂഗിളിൽ മാരേജ് ഒഫീഷ്യൻ ഇൻ ബാരി എന്ന് അടിച്ച് സെർച്ച് ചെയ്താൽ നമുക്ക് കുറേ പേരുകൾ കിട്ടും. അതിൽ നിന്ന് ഞാൻ ഗബ്രിയൽ സ്റ്റീൻ എന്ന് പറഞ്ഞൊരു പേരാണ് ഞാൻ സെലക്ട് ചെയ്തത്. അപ്പം ഞാൻ ആ പേര് Ctrl+F വെച്ചിട്ട് എക്സൽ ഷീറ്റിൽ സെർച്ച് ചെയ്തു. അപ്പം എനിക്ക് കൺഫേമായി അങ്ങനെ ഒരു ഒഫീഷ്യൻ്റ് ഉണ്ട് എന്നെനിക്ക് മനസ്സിലായി. എന്നിട്ട് നമുക്ക് അവരുടെ നമ്പർ വെബ്സൈറ്റ് വഴിയാണ് കിട്ടിയത്. എന്നിട്ട് അവരെ വിളിച്ച് ബുക്ക് ചെയ്തു. ഇന്ന ദിവസം ഇത്ര സമയത്ത് അവരിങ്ങോട്ട് പറഞ്ഞ ടൈം സ്ലോട്ട്സിൽ ഒരെണ്ണം നമ്മൾ പിക്ക് ചെയ്ത് ബുക്ക് ചെയ്യുകയാണ് ചെയ്തത്. അതിനൊരു ചാർജും ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മാരേജ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. ഒന്നുകൂടി ഒന്ന് റീക്യാപ്പ് ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ് മാരേജ് ലൈസൻസ് എടുക്കുക. അത് 3 months വാലിഡിറ്റി ആണുള്ളത്. സെക്കൻഡ് സ്റ്റെപ്പ് ഒഫീഷ്യലിനെ ബുക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ തേർഡ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് റെക്കോർഡ് ഓഫ് സോളമനൈസേഷൻ തരും. അതുകൂടാതെ നമ്മൾ ഒപ്പിട്ട മാരേജ് ലൈസൻസ് ആൻഡ് മാരേജ് സർട്ടിഫിക്കേഷന് വേണ്ട ആവശ്യമുള്ള ആപ്ലിക്കേഷൻസ് ഒഫീഷ്യന്റ് ഫിൽ ചെയ്ത് സെർമണി വെച്ച് തന്നെ നമ്മുടെ കയ്യിൽ തരും. ലാസ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ മാരേജ് സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യുന്നത്. സോ ലൈസൻസ് ആൻഡ് ഈ മാരേജ് സർട്ടിഫിക്കറ്റിന് വേണ്ടി നമ്മൾ വേണ്ട ആപ്ലിക്കേഷനും ഇത് രണ്ടും കൂടി ഒരു എൻവലപ്പിലാക്കിയിട്ട് നമ്മൾ ഒണ്ടാരിയോ പ്രൊവിൻസ് ആയതുകൊണ്ട് തണ്ടർ ബേയിൽ ഒരു മെയിൽ അഡ്രസ്സിലോട്ടാണ് നമ്മളിത് മെയിൽ അയക്കേണ്ടത്. സോ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം.
ആൻഡ് ഇതിനൊരു $15 to $25 സംതിങ് നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് എല്ലാം ആ ഒരു ഡോക്യുമെന്റിൽ ആഡ് ചെയ്യണം. അതെല്ലാം ഒഫീഷ്യന്റ് പറഞ്ഞു തരുന്നതായിരിക്കും നിങ്ങൾക്ക്. പിന്നെ ഡിപ്പെൻഡിങ് അപ്പോൺ ദി ടൈപ്പ് ഓഫ് സർട്ടിഫിക്കറ്റ് അതൊക്കെ അനുസരിച്ചാണ് ആ പേയ്മെന്റിന്റെ കാര്യങ്ങൾ. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ഇട്ടാൽ മതി. പിന്നെ ഇത് ആർക്കെങ്കിലും ഒക്കെ ഉപകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ പിന്നെ ശരി ഗായ്സ്, ബൈ.